കേരയിൽ പദ്ധതി പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് ആലുവ കീഴ്മാട് പ്രദേശത്തുള്ളവർ. പദ്ധതിക്കെതിരെ സ്ത്രീകൾ അടക്കമുള്ളവർ ശക്തമായ സമരമാണ് ഇവിടെ നടത്തിയത്. പുതിയ സർക്കാരിലും മുഖ്യമന്ത്രി വി.ഡി. സതീശനിലും തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് സമരസമിതി പറയുന്നു. വലിയ ആഘോഷപൂർവ്വമാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ. കേരയിൽ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു, ഒപ്പം തന്നെ ആ കേസുകൾ പിൻവലിക്കുന്നു എന്ന അടക്കമുള്ള വാർത്ത വലിയ ആഘോഷപൂർവ്വമാണ് അന്ന് സമരം ഈ സ്ഥലം ഏറ്റെടുത്തത്. അതിനിരയായി തീർന്ന ആളുകളെല്ലാം തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്നു, മധുരം വിതരണം ചെയ്യുന്നൊരവസ്ഥ. എറണാകുളത്ത് ആലുവ ഭാഗത്താണ് നമ്മളുള്ളത്. എങ്ങനെയാണ് പുതിയ സർക്കാരിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു, ഈ പ്രത്യേകിച്ച് ഈ ഒരു പദ്ധതി പ്രഖ്യാപനം അത് പിൻവലിക്കുമെന്നെല്ലാം കരുതി. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും. തീർച്ചയായിട്ടും ഇന്നലെ 1 മണിക്കാണ് ഞങ്ങൾ സമരസമിതി സാറിനെ നേരിട്ട് കാണുന്നത്, മുഖ്യമന്ത്രിയെ. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് പിൻവലിച്ച് തീരുമാനമാക്കി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം, ഒരുപാട് പ്രതീക്ഷകളും തരുന്നു ഈ സർക്കാരിനെ കുറിച്ച്. ഞങ്ങൾക്കിത് പുതു ജീവിതം കിട്ടിയെന്ന് പറയാം. കാരണം ഒരു അങ്ങേറ്റം കുഴിയിലേക്ക് പോകുന്ന വെച്ചിരുന്ന ഞങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾക്കിത് തീരുമാനമായത് ഈ സംഗതി ഞങ്ങൾ ഭൂമി തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതും വളരെയധികം സന്തോഷത്തിലാണ്. എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. ഈ സമരസമിതി ആ കാലത്തെ മഞ്ഞക്കുറ്റികളൊക്കെ എടുത്തുകൊണ്ട് പോകണൊക്കെ ഓർമ്മയുണ്ട് നമുക്ക്. എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മുറ്റത്ത് നിന്ന് എൻ്റെ കുറ്റി ഞാൻ സ്വയം പറിച്ച ആളാണ്. എൻ്റെ വീട് മുറ്റത്ത് പെട്രോൾ കുപ്പി തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഞാൻ കുറ്റി പറിച്ചത്. സിയെ തടയ്ക്കാമെന്ന് സിയുടെ സാറേ ഇത് പെട്രോൾ കുപ്പിയാണത്, ഒഴിക്കുമ്പോൾ സാറിന് വേദന തെറിക്കും, ചിലപ്പോൾ സാറും കത്തും, അത് നിൽക്കരുത് സാറ് മാറി എന്നുള്ള മതി ഞാൻ കുറ്റി ഊരിയത്. ഞാൻ ഇപ്പോൾ അഭിമാനത്തോടു കൂടി പറയാം, എൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള കുറ്റിയൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി തന്നെ ഊരിയതാണ്. എനിക്കതിന് യാതൊരു മടിയില്ല. കേസുകൾ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അത് കിടക്കുന്നത്. സമരത്തിനൊക്കെ നേതൃത്വം നൽകാനായിട്ട് മുന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന് സമരത്തിന്, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. സാധാരണക്കാരായ ഒത്തിരി പേരുടെ വീടുകൾ, 40ഓളം ആളുകൾ നമ്മുടെ വാർഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലായിരുന്നു. പിന്നെ വളരെ സങ്കടകരമായിരുന്നു എല്ലാവരുടെയും അവസ്ഥകളും. അവർക്ക് ഇതിനു വേണ്ടി എപ്പോഴും ഇറങ്ങി വരാൻ പറ്റുന്നൊരവസ്ഥയിൽ പോലും അല്ലാത്തവരുണ്ടായിരുന്നു അതിൽ. എന്തായാലും ഇന്നിപ്പോൾ ഒരു വിധി എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. അതായത് പുതിയൊരു മന്ത്രിസഭ വന്നിട്ട് ആദ്യത്തെ കാര്യം തന്നെയായിട്ട് ഇത് എടുക്കുന്നതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. 2 പദ്ധതികൾക്ക് വേണ്ടി ഇത് സ്ഥലം അക്വയർ ചെയ്ത് പോയിട്ടുണ്ട്. ആളുകൾ ഇതിൻ്റെ ഇടയിലാണ് ജീവിച്ചു പോന്നിരുന്നത്. വലിയ പ്രതിസന്ധിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സമരസമിതിയുടെ ഒരു ഭാഗമായിട്ട് നിന്ന ആളാണ്. എൻ്റെ പേരിൽ ഏതാണ്ട് 2-3 കേസ് ജില്ലാ കോടതിയിൽ നിന്ന് വരെയാണ് നമ്മൾ ജാമ്യം എടുത്തത്. അതിന് മാത്രം പ്രകോപനപരമായ ഒരു സമരത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പോലും പോലീസ് ശത്രുക്കളെന്ന പോലെയാണ് നമ്മളോട് പെരുമാറിയത്. ജില്ലാ കോടതിയിൽ നിന്നും മറ്റും ജാമ്യം എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് യുവാക്കൾ, ഒരുപാട് സമരസമിതിയുടെ ഭാഗമായ ആളുകൾ, ഇരകളൊക്കെ കേസിൽപ്പെട്ടിട്ടുണ്ട്. തന്നെയല്ല, ഇത് വെറും ഇരകളുടെയോ സമരസമിതിയുടെ ആളുകളുടെയോ അല്ല, നമ്മൾ കേരള ജനതയുടെ മുഴുവൻ. കാരണം വലിയ പാരിസ്ഥിതിക ആഘാതവും വലിയ സാമ്പത്തിക ഭാരവും വരുന്ന ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളത് അതിവിദഗ്ധരായ ആളുകൾ വരെ, ഈ നേരത്തെ ഭരിച്ച സർക്കാരിൻ്റെ ഭാഗമായ ബുദ്ധിജീവികൾ വരെ വ്യക്തമായി അഭിപ്രായപ്പെട്ടതാണ്. ഇത് വലിയൊരു ഭാരം. അതുകൊണ്ട് തന്നെ കേരള ജനതയെയാണ് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് രക്ഷപ്പെടുത്തിയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും. അതുപോലെ ഇതിൻ്റെ ഭൂമി ഉടമകളായ ആളുകൾക്ക് ആ ഭൂമി വിൽക്കാനും ക്രയവിക്രയം ചെയ്യാനും സാധിക്കും. അഭിവാദ്യങ്ങൾ. ഭൂമി അക്വയർ ചെയ്തിൽപ്പെട്ട ഒരാളാണ് അല്ലേ? അതെ അതെ. ഈ സമയത്ത് വല്ലാതൊരു ബുദ്ധിമുട്ടിലായിരുന്ന സമയമുണ്ട്. സാധാരണ ജനങ്ങൾ ആദ്യം വീട് പണയപ്പെടുത്തി എന്തെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ആലോചിക്കുന്ന ഘട്ടത്തിൽ ആ സമയത്തൊക്കെ വല്ലാത്തൊരു ആശങ്കയിലേക്ക് പോകും. തീർച്ചയായിട്ടും എല്ലാവരും ആശങ്കയിലായിരുന്നു, ഞങ്ങളടക്കം. എൻ്റെ വീട്ടിൽ എൻ്റെ പാപ്പായും ഉമ്മയൊക്കെ സുഖമില്ലാതിരിക്കുന്ന ആൾക്കാരാണ്. അവർ ഒരുപാട് വിഷമിച്ചു. ഈ സംഭവം ഉണ്ടായ അന്ന് കല്ലിടാൻ വന്ന അന്ന് അവർ ഒരുപാടധികം വിഷമിച്ച ആൾക്കാരാണ്. ഞാനും ശരിക്കും വല്ലാത്തത്, കാരണം അവരുടെ കാര്യത്തിൽ കുറിച്ച് ഓർത്തിട്ടായിരുന്നു എൻ്റെ ആശങ്ക, നമ്മളെ ഇതിനേക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, എത്ര പറഞ്ഞാലും മതി വരാത്ത അത്രയും സന്തോഷം. തീർച്ചയായിട്ടും മറക്കാൻ പറ്റില്ല. അന്ന് ഇവരുടെ ഉമ്മയൊക്കെ ഹോസ്പിറ്റലൈസർ ആയ ദിവസമാണ്. കാരണം പോലീസ് അങ്ങനെ വന്ന് നിൽക്കുക, നമ്മുടെ വീടിൻ്റെ സെൻറ്ററിൽ കൂടുന്ന കല്ലിടുക, ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അത് ഈ 24 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പദ്ധതി മൂലം വലിയ ആശങ്കയിലായിരുന്ന ആ മേഖലയിലെ ജനങ്ങളെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ ഈ പ്രഖ്യാപനത്തെ വരവേൽക്കുന്നു. എല്ലായിടത്തും ആഹ്ലാദം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പദ്ധതി അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമാകുന്നു, ഒപ്പം തന്നെയും വലിയ സാമ്പത്തിക ബാധ്യതയും അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതായാലും അത്തരമൊരു പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകുന്നു. അത് നിരവധി പേരെ ഒരു ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് കൂടിയുള്ള ഒരു മോചനമാകുകയാണ്. ആലുവയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.